ഇവിടെ ഒരുത്ത ഫ്രെയിം വയ്ക്കാൻ മണിക്കൂർ വന്നായിട്ട് നിൽക്കുക. ഫ്രെയിമൊക്കെയാണോ ചെയ്യടാ അങ്ങോട്ട് വെട്ടം പോന്നു. ഷാനെ ഓ പുള്ളിയൊരു ലെജൻഡ് ആയിരുന്നല്ലേ ശ്രീനിവാസൻ സാർ. പുള്ളിയൊക്കെ അല്ലേ മനുഷ്യൻ. എന്താ അല്ലേ, ഞാൻ കുഞ്ഞിലത്തേക്ക് ഒരു 10 പടം ആലോചിച്ച എട്ടെണ്ണം പുള്ളി. അത്രേ ഉള്ളൂ. ഇവിടെ ഒരുത്ത ഫ്രെയിം വയ്ക്കാൻ മണിക്കൂർ വന്നായിട്ട് നിൽക്കുക. ഒരു കണ്ടന്റ് കഷ്ടപ്പെടുന്നു. ഇപ്പോഴെ പുള്ളിയൊക്കെ ഒരു വർഷം 10 പടമൊക്കെ എഴുതി 10 പടം എഴുതി അത് ഫുള്ള് ഹീറ്റും ആക്കി. ലെജൻഡ് തന്നെ, അതിന് ഒന്നും പറയാനൊന്നുമില്ല. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഭയങ്കരമാണ്. ഇപ്പോഴാണത് ആക്ച്വലി പ്രകടമാണ്. നമുക്ക് നമ്മൾ അന്ന് കാണുമ്പോൾ അത് ചിരിച്ചു കളഞ്ഞതിനടുത്ത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലി അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രീയ സംഭവമാണെങ്കിലും എല്ലായിരുന്നാലും അന്ന് അതെ നമ്മൾ ചിരിച്ചു കളഞ്ഞ പല കാര്യങ്ങളും സത്യം ഭയങ്കര ഫണ്ണാണോ ശ്രീനേട്ടൻ. കോമ്പിനേഷൻസ് ഒക്കെ പൊളിയായിരുന്നു പുള്ളി. ബാർബർ ബാലൻ എനിക്ക് ഞാൻ കുഞ്ഞിനെ കണ്ട് കരഞ്ഞിട്ടുണ്ടോ ഒന്നും പറയില്ല. ക്ലൈമാക്സിലൊക്കെ ഇരുന്ന് കരയുക. ആ ജാൻസൺ ജാസനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഥ വായിച്ചിട്ട് പൊട്ടൂത് പുള്ളി പറഞ്ഞതാണ്. എന്നിട്ട് പുള്ളി തന്നെ പടം കണ്ടിട്ടിരുന്ന കാര്യം. പുള്ളി അത് കൺവേ ചെയ്തെടുക്കുന്നത് ഭയങ്കര രസമാണ്. പക്ഷെ അത് അവിടെ നമുക്ക് കൊള്ളും. അതാണ് നമുക്ക് കിട്ടുന്ന കിക്ക്. ഇപ്പം ഞാൻ പ്രകാശനിൽ വരെ ആ പരിപാടി ചെയ്തത് അതുവരെ ഭയങ്കര ഫണ്ണായിട്ട് പോയിട്ട് റൈറ്റിംഗ് സ്റ്റൈലേ പറയാം. ലെജൻഡാ, പോലി ലെജൻഡ്, ഒന്നും പറയില്ല. അങ്ങനെ പുള്ളിയും പോയി. ഫ്രെയിമൊക്കെയാണോ ഓക്കെ ഓക്കെ തുടങ്ങാം.